ഇനിയിപ്പോ ഒരുത്തന ഈ വഴിക്ക് വരില്ല. കാരണം ഇപ്പൊ പിടിച്ചവരൊക്കെ വഴി കൂടെ പോകുമ്പോ പറഞ്ഞിട്ട് അവിടെ ചെക്കിങ് ആണ് ഇങ്ങനെ കണ്ണുപിടി കാണിച്ചിട്ടോ. ശരിയാണ്, മതിയാക്കിയാലോ? തനിക്ക് നിൽക്കാമല്ലോ ബുദ്ധിമുട്ടുണ്ടോ? ആ കണ്ടാ ഒരുത്തൻ വരുന്നുണ്ട്. എന്താ ഹെൽമെറ്റ് ഒന്നും വെക്കാത്തവന്റെ വരവ്. എന്താ ഉറങ്ങിയാണോ? സാറേ മാറേ. മാറിക്കടോ ഇങ്ങോട്ട്. എന്താണ് പേര്? പേരെന്താണ്? സത്യൻ. മുഴുവൻ പേര് പറയടാ. സത്യശീലൻ. അച്ഛന്റെ പേര് പറടാ. സുശീലൻ. ആ എന്തോ? ആ സുശീലൻ. ഉണ്ണി ഡോ, താൻ കുടിച്ചിട്ടുണ്ടോ? ഇല്ല. അയ്യോ കണ്ടാലും പറയും. ഊത ഊതറോ? ഊത്. കുടിച്ചിട്ടുണ്ട്. ഹായ് ഇടോ, ആ ബ്രീത്ത് എടുത്തോണ്ട് വാടോ. ഒരു മിനിറ്റ്. പിടിച്ചു നിനക്ക് വീഴും. വേണം. എന്നോടല്ല, അയാളോട്. ഊതറോ? ഊത്. ഹലോ. ഊതറോ? ഞാൻ പറഞ്ഞില്ലേ വേണം കുടിച്ചിട്ടുണ്ട്. നല്ലോണം കുടിച്ചിട്ടുണ്ടല്ലോ. ഇത് ഇന്നലെ കുടിച്ചതാ. ഇന്നലെ കുടിച്ചതാ. ആ ഇന്നലെ തൊട്ട് കുടി തുടങ്ങിയതാന്ന് പറ. അപ്പൊ കുടിച്ചു എല്ലാവർക്കും മനസ്സിലായില്ല. എന്നാ ഇനി പോട്ടെ മാഡം. അവിടെ നിക്കടോ. തന്നെ ഇനി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രക്തം പരിശോധിച്ച് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വേണം താൻ കുടിച്ചൂന്ന്. എന്നാലേ ഞങ്ങൾക്ക് കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ കുടിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ താൻ പറഞ്ഞാ പോരല്ലോ. തന്റെ ഹെൽമെറ്റ് എവിടെ? ഹെൽമെറ്റ് ബാറിൽ വെച്ച് മറന്നുപോയി സാറേ. നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ ഈ സാറും പോയി എടുത്തിട്ട് താൻ എന്താ കുന്തം പിടിഞ്ഞ പോലെ നിൽക്കണം. പിടിച്ചു കയറ്റടോ. എടോ, ഈ 2 വണ്ടി എടുത്തോണം. വണ്ടി കൊണ്ടുവരാൻ പറയണം മാഡം. എടാ അതല്ല സാറേ, സർട്ടിഫിക്കറ്റ് കിട്ടിയ അപ്പൊ തന്നെ ഇറങ്ങും. 5 മിനിറ്റ് കൊണ്ട് ഇറങ്ങാം സാർ. സാറേ ഇറങ്ങിന്ന് പറഞ്ഞോ? അതാണല്ലേ. എന്റെ സൂതൻ സാർ, ഈ വക കേസുകളൊക്കെ റോട്ടിൽ വെച്ച് തന്നെ അങ്ങോട്ട് തീർത്ത് വിട്ടാ പോരെ? ഒരുപാട് പാവപ്പെട്ട രോഗികളെ ഞങ്ങൾക്ക് ചികിത്സിക്കാനുണ്ട്. അതിന്റെ ഇടക്കാണ് ഈ വക വേഷം കിട്ടും. സാറ് പറഞ്ഞാലേ എന്റെ ശരി. പാവപ്പെട്ട രോഗികളുടെ ജീവൻ രക്ഷിക്കുന്ന ഡോക്ടർമാര് വെറുതെ ഇങ്ങനെ സമയം കളയാൻ പാടില്ല. സാർ അത് നിയമമായി പോയില്ലേ? നീ നിയമം പാലിക്കാണ്ട് ഇവരെയൊക്കെ പിടിച്ച് പെറ്റി കേസ് എഴുതിയെന്ന് വെച്ചോ. നാളെ അവരൊരു നിരപരാധിയായി എനിക്കെതിരെ കുറ്റം ചുമത്തിയെന്നും പറഞ്ഞ് ഈ കേസ് ഞങ്ങളുടെ തലയിലാവും. മദ്യപിച്ചിട്ട് വാഹനം ഓടിക്കാൻ പാടില്ല എന്നുള്ള നിയമം തനിക്കറിയാൻ പാടില്ലേ? അറിയാം. എന്നിട്ട് ധൃതിയിൽ ഇറങ്ങിയപ്പോൾ മറന്നുപോയി സാറേ. എന്താ എനിക്കിത്ര ധൃതി? എനിക്ക് തൃശ്ശൂര് പോണം. എന്തിനാ? പെങ്ങളുടെ കുട്ടിയുടെ 28. ഇയാളുടെ കൂടെ എവിടെ? ഞാൻ തൂത. കണ്ട, തൂതയെന്ന് തൃശ്ശൂർക്ക് 45 കിലോമീറ്റർ വെള്ളടിച്ച് ഈ കോലത്തിലെ പോവാന്ന് കള്ളം പറയണതവൻ. കള്ളല്ല സാറേ. ഞാൻ കുട്ടിയുടെ ആരെയും കെട്ടാനുള്ള സാധനം അത്. എടോ, ഈ വില പിടിച്ച സ്വർണ്ണൊക്കെ ഈ 2 വീലറിലെ കള്ളു അടിച്ചിട്ടാണോ കൊണ്ട കൊടുക്കേണ്ടത്? സാറേ എങ്ങനെ പോവാതിരിക്കും? പെങ്ങളുടെ കുട്ടിയാണ്, കുട്ടിയുടെ 28ആണ്. ഞാൻ കുട്ടിയുടെ അമ്മാവനാണ്. അരയിൽ എന്തെങ്കിലും ഒരു സാധനം കെട്ടാൻ കൊടുത്തില്ലെങ്കിൽ പിന്നെ എനിക്കെന്തോ ഒരു വില. ആള് കുടിയനാണെങ്കിലും കുടുംബസ്നേഹമുള്ളവനാണ്. അപ്പൊ ഒരു സാധനം വാങ്ങിയതാണ്. സത്യല്ലേ?
സാറാ സർട്ടിഫിക്കറ്റ് തന്നെ ഇതിനവിടെ കൊണ്ടാക്കി എനിക്കൊരു സമാനം ഉണ്ടാവില്ലേ? സാറേ ആ സർട്ടിഫിക്കറ്റ് എടുത്താ സാറേ, ഞാൻ പോട്ടെ. മറ്റേ കട്ടം കണ്ടോ? MBBS പഠിച്ച സർട്ടിഫിക്കറ്റ് ചോദിക്കാൻ സാറേ സാറേ ഉപദ്രവിക്കല്ലേ, ഇത് ഹോസ്പിറ്റലാണ്. സാറെ കള്ളു കുടിച്ചവരെ പിടിച്ചു കഴിഞ്ഞാൽ അടിക്കാൻ പാടില്ല എന്ന നിയമം. പക്ഷെ ഇവനെ പോലുള്ളവർ ഇങ്ങനെ കാണിക്കുമ്പോ എങ്ങനെ തല്ലാണ്ടിരിക്കവനൊക്കെ? ഞാൻ ഈ സർട്ടിഫിക്കറ്റ് ഇവിടുന്ന് തന്നെന്ന് കരുതി നിങ്ങൾക്ക് ഈ കേസിൽ നിന്ന് ഒരു വണ്ടിയായിട്ട് പോകാൻ കഴിയില്ല. ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന ബോധവൽക്കരണ ക്ലാസ്സിൽ പങ്കെടുത്ത് അവിടുത്തെ സർട്ടിഫിക്കറ്റും വാങ്ങിയിട്ട് ഈ ഒഫൻസിനുള്ള പിഴയും അടച്ചാലേ നിങ്ങൾക്ക് ഈ വണ്ടിയായിട്ട് കേസിൽ നിന്ന് ഊരി പോകാൻ പറ്റുള്ളൂ. അപ്പൊ പെങ്ങളുടെ കുട്ടിയിട്ട് 28? അതൊക്കെ പോലീസ് തീരുമാനിക്കും. അതെ, ഇങ്ങനെ പോയ 28-ന് പോകാൻ പറ്റില്ല, 56-ന് പോകാൻ പറ്റുമോ നോക്ക്. പിടിച്ച് വണ്ടി കയറ്റിക്കേ. സാറേ ഇത് അളവിൽ കൂടുതൽ കഴിച്ചിട്ടുണ്ട്. അത് കണ്ടറിഞ്ഞൂടെ? നടക്കടാ, അത് നടക്കങ്ങോട്ട്. അപ്പൊ പ്രിയമുള്ളവരെ, മദ്യപിച്ചതിന്റെ പേരിൽ ഒത്തുകൂടാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മളെല്ലാവരും. അത് ശരി. അപ്പൊ സാറ് മദ്യപിക്കാറുണ്ട് അല്ലേ? ഇവിടെ ഇപ്പം പ്രായമുള്ളവരും ചെറുപ്പക്കാരും കുട്ടികളും അടങ്ങുന്ന ഒരു സംഘമാണ് മദ്യപിച്ചെത്തിയിരിക്കുന്നത്. ഓ, ഈ മദ്യപിക്കുന്നത് അത്ര വലിയ തെറ്റാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. ആ അഭിപ്രായം സാറേ ഞങ്ങൾക്കൊക്കെ. പക്ഷേ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് തെറ്റാണ്. അപ്പോ വാഹനം ഓടിക്കുമ്പോ മദ്യപിക്കാൻ പറ്റുമോ? എന്താ സാറിന്റെ പേര്? എന്റെ പേര് ശീതവാൻ. എന്ത് ചെയ്യുന്നു? ഞാൻ ഈ ഫൈനാൻസ് ആണ്. ഈ പണ്ടം പണയം വയ്ക്കുക. അല്ലേ? അങ്ങനെയൊന്നുമില്ല, ചെറുതോന്നില്. ആള് ഒരു രസികനാ. നമ്മൾ വീട്ടിലൊക്കെ ഒരു രസത്തിന് വേണ്ടി പറയും, ഓരോ സമയം എന്തെങ്കിലുമൊക്കെ രസം പറയണം. മദ്യപിച്ച് വാഹനം ഓടിച്ച് അപകടങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് ഒരു സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് ആണ് കൊടുക്കുന്നത്. ക്ലാസ് കൊടുക്കുന്നത് നമ്മുടെ സർക്കിൾ ഇൻസ്പെക്ടർ മൻമോഹൻ സാറാണ്. എല്ലാവരും ക്ലാസ് ശ്രദ്ധിക്കാൻ ഞാൻ സാറിന് ക്ലാസ് എടുക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. അപ്പോ കുറച്ച് സമയം പറയും. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം, ഒന്ന് ശ്രദ്ധിക്കും. ഈ ശ്വാസകോശം എന്ന് പറയുന്നത് സ്പോഞ്ച് പോലെയാണ്. നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്ന മദ്യത്തെ ആ സ്പോഞ്ച് വലിച്ചെടുക്കും. സാറ് ശ്വാസവാസം വലിച്ചെടുക്കുന്നത് മറ്റേ ഇതാണ്, പുകയാണ്. പുക വലിക്കുമ്പോഴാണ് സിനിമയിൽ കാണില്ലേ? അല്ല, ഈ സ്പോഞ്ചിന് പുകയെ വലിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ പിന്നെ അകത്ത് ചെല്ലുന്ന വെള്ളത്തിനെ വലിച്ചെടുക്കാൻ പറ്റില്ലേ? പറ്റില്ലേ? ഇല്ലേ? പറ്റും. അല്ല, ഒരു ഡയലോഗ് കൂടി മറന്നു സാറ്. ഈ നഗരത്തിന് ഇത് എന്ത് പറ്റിയെന്ന് പറഞ്ഞിട്ട് ഒരു ഡയലോഗ്. കൂടുതൽ സംസാരിക്കേണ്ടത്. അപ്പോ ഇനി നമുക്ക് കാര്യത്തിലേക്ക്. ആയിക്കോട്ടെ. മദ്യപിച്ച ഒരാളും മദ്യപിക്കാത്ത ഒരാളും വണ്ടി ഓടിക്കുമ്പോ മദ്യപിച്ച ആളിന് മദ്യപിക്കാത്ത ആളിനേക്കാളും ആത്മവിശ്വാസം കൂടുതലുണ്ടായിരിക്കും. അപ്പൊ സാർ പറഞ്ഞു വരുന്നത് എന്താണ്? വാർ ഓടിക്കുമ്പോ രണ്ടെണ്ണം അടിച്ചിട്ട് വേണമെന്നാണ്. അപ്പൊ ആത്മവിശ്വാസം കൂടുതലേ. ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ബ്രേക്ക് ചവിട്ടുമ്പോ മദ്യപിച്ച ആളിന് ബ്രേക്ക് ചവിട്ടാൻ 10 സെക്കൻഡ് വൈകും. അത് വളരെ ശരിയാണ് സാറേ. ഇപ്പൊ നമ്മൾ വണ്ടി ഓടിക്കാത്ത സമയമാണെങ്കിൽ നമുക്ക് കറക്റ്റ് സമയത്ത് നമുക്ക് പിന്നെ ബ്രേക്ക് ചെയ്യാൻ പറ്റും. അതല്ല, മദ്യപിച്ച സമയമാണെങ്കിൽ ചിലപ്പോ നമ്മൾ ബ്രേക്ക് ചെയ്യാന്ന് വിചാരിച്ചു കഴിയും, പക്ഷെ പെട്ടെന്ന് പോയിട്ട് മനസ്സെത്തും, പക്ഷെ കാലത്തില്ല. എനിക്കറിയില്ല, എനിക്കങ്ങനെ ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഞാൻ കറക്റ്റ് ടൈമില് ഒന്നാമത്തെ നമ്മൾ ഈ ബ്രേക്ക് ആകുമ്പോൾ ആരാണ് സമയം നോക്കുന്നത്? നമ്മൾ ബ്രേക്ക് ഔട്ടല്ലേ ചെയ്യുക. പിന്നെ അപ്പൊ നമ്മൾ കഴിക്കണം ബ്രാൻഡിന്റെ വ്യത്യാസം ഉണ്ടോന്ന് എനിക്കറിയില്ല. സാറ് ഇത് ബ്രാൻഡാണ് കഴിക്കുന്നത്. ഈ സാറിന്റെ ബ്രാൻഡ് അറിയാൻ വന്നപ്പോ ഇവിടെ ക്ലാസ് നടക്കുന്നത് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഒന്നാമതായിട്ട് ഈ പൊതുജനങ്ങൾക്ക് പോലീസ് കാക്കി എന്ന് പറഞ്ഞ ഒരു ഭയം ഉള്ളിലുണ്ട്. നമുക്കത് മാറ്റിയെടുക്കണം. വളരെ സൗഹൃദമായ ഒരു സംഭാഷണം, ആ രീതിയിൽ നമുക്ക് കാര്യം അതാണ് വേണ്ടത്. അല്ലാതെ വേറെ പേടിച്ചിടുന്ന കാര്യം മനുഷ്യന്മാരല്ലേ പോലീസുകാർ. എന്താ നമ്മുടെ കാര്യം തന്നെയാണ് അവര്. പിന്നെന്താണ്? സുമേഷ് ഇത്തവണ ആരുടെ കൂടെ കൂടിയനാ പിടിച്ചേ? ആ പയ്യനോ? എന്താ പേര്? ഇത് കൊച്ചുമാനാണോ? അല്ല, എന്റെ ഫ്രണ്ടാണ്. ഫ്രണ്ടോ? ഫേസ്ബുക്ക് ഫ്രണ്ടാ. ഓ, ഫേസ്ബുക്ക് ഫ്രണ്ട്. സെലിബ്രേഷൻ ആയിരുന്നു. എന്തിന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു. ബർത്ത്ഡേ? ഈ നിലയ്ക്ക് നീ പോയാലേ ഇയാളുടെ പ്രായത്തിലൊന്നും ബർത്ത്ഡേ ആഘോഷിക്കാൻ നീ ഉണ്ടാവില്ല. പിന്നെ സുമേഷേ, ഇനി പിടിച്ചാല് സുമേഷിന്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യും കേട്ടോ. ഇനി നമുക്ക് കുറച്ച് സമയം എല്ലാവർക്കും ഈ മോണിറ്ററിലേക്ക് ശ്രദ്ധിക്കും കേട്ടോ.
മോണിറ്ററിംഗ് ശ്രദ്ധിക്കും. അതിലൊന്നും വന്നിട്ടില്ലല്ലോ. അപ്പൊ വരും. വരും വരും. എന്താ ഈ കാണിക്കുന്നത്? സംസാരിക്കേണ്ട സ്ക്രീനിൽ സാറെ കാണുന്നുണ്ട് നോക്കണം. ഇത് കണ്ടു കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? സാറേ ഇതൊക്കെ ഇപ്പൊ സിനിമയുടെ കട്ടിങ്സ് അല്ലേ? ഇപ്പൊ 4 സിനിമ കണ്ട മാതിരിയുണ്ട്. ഹിന്ദി, തമിഴ്, ഇംഗ്ലീഷ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ? അതെ, നിങ്ങൾ ആരും ഇതിനെ വളരെ നിസ്സാരമായിട്ട് കാണരുത്. അവിടെ നമ്മുടെ നാട്ടിൽ സംഭവിച്ച സംഭവങ്ങളുടെ ചിത്രങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. നമ്മുടെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മദ്യപിച്ച് വാഹനം ഓടിച്ച് ഉണ്ടാകുന്ന അപകടത്തിൽ മരിക്കുന്നവരുടെ എണ്ണം കേരളത്തിൽ വളരെ കൂടുതലാണ്. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? അതിൻ്റെ കാരണം എന്താണ്? നമ്മൾ പരസ്പരം നമ്മൾ ചോദിച്ചു നോക്കുക, നമ്മളോട് തന്നെ ചോദിക്കുക, എങ്ങനെയാണ് ഒരു അപകടം ഉണ്ടാകുന്നത്? ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ മദ്യപിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ നമ്മുടെ മക്കളുണ്ട്, നമ്മുടെ ഭാര്യയുണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. നമ്മൾ മദ്യപിച്ചിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ കുട്ടികളുടെ ഉള്ളിലൊരു ചിന്തയുണ്ടാവും, അച്ഛൻ ഇതാകാമെങ്കിൽ എനിക്കൊന്നും ഉണ്ടായിക്കൂടാ. ഇതാ സാറേ ഈ പറയണത്? അതൊക്കെ വെറുതെ പറയാണ്. ഇതിപ്പോ എന്റെ അച്ഛൻ മദ്യപാനിയായിട്ടാണ് ഞാൻ മദ്യപിക്കുന്നത്. എന്റെ കള്ളുഷാപ്പിന്റെ പരിസരത്തേക്ക് പോകുന്ന ആളാണ് എന്റെ അച്ഛൻ. ഞാൻ മുഴുവൻ മദ്യപാനിയാണ്. ഇതോട് യാതൊരു കാര്യം ഞാൻ വെറുതെ പറയാതെ കുറെ വീട്ടിൽ ഇവിടെ മദ്യപിച്ചെത്തുന്നവർക്ക് ബോധവൽക്കരണം കൊടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ കർത്തവ്യത്തിന്റെ ഭാഗമാണ്. പക്ഷേ അത് ഇങ്ങനെ തുടരെ ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യേണ്ടി വരും. നാളെ നിങ്ങൾക്ക് വാഹനം ഓടിക്കാൻ പറ്റാതെയാവും. ഇതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട സമയം ഇവിടെ ഒന്ന് ചിലവാക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഒന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. തോന്നും കാര്യം സാറേ, കഴിക്കേണ്ടവരെന്തായാലും കഴിക്കും. ഒരു ഗ്ലാസ് ചായ. ചായയൊക്കെ ഉണ്ട്. പിന്നെ ഒന്നുകൂടി ശ്രദ്ധിക്കാം, ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇവിടെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. സർട്ടിഫിക്കറ്റ് ക്ലാസ്സിൽ പങ്കെടുത്തു എന്നുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പൊ അത് തൊട്ടപ്പുറത്തെ റൂമിൽ നിന്നാണ് കൊടുക്കുന്നത്. അത് വാങ്ങിയിട്ട് ചായ കുടിച്ചിട്ട് എല്ലാവരും പോവുക കേട്ടോ. എന്നാ ശരി, അപ്പൊ ക്ലാസ്സിന് കഴിഞ്ഞു. കുറച്ച് തമാശ കേൾക്കണമെന്നുണ്ട്. നല്ലത് കാര്യം. അത് സാറേ കടയിൽ ഒഴിവില്ല, ആളിലെ അവിടെ ഇല്ല, കുറച്ചേരോ ശരി സാറേ, നിങ്ങൾ ശീതളം വന്നോളൂ. ശരി, കുഴപ്പമില്ല. ഞാൻ കമ്പനി ഫൈനാൻസ് അല്ലേ? ഫൈനാൻസ് നടത്തുന്നല്ലേ? ഫൈനാൻസ് ആണ്. കയ്യിൽ ഒരുപാട് പൈസ ഒക്കെ ഉണ്ടാവും അല്ലേ? സാറ് നമ്മളിങ്ങനെ ജീവിച്ചപ്പോൾ സാറേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ആൾക്കാരുള്ള അപ്പൊ നമ്മൾ പറയില്ല എന്നുള്ളോ? അപ്പൊ ഈ കാണിച്ച സീനുകളുണ്ടോ, ഇത് കംപ്ലീറ്റ് സിനിമയിൽ കണ്ടാണ്. ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ ഓരോ സിനിമയിൽ നിന്ന് കട്ട് ചെയ്തെടുത്തല്ലേ? ഇത് കട്ടിങ്സ് അല്ലേ? തമാശക്കാര രസികൻ ഒരു 3-4 തമാശ പറഞ്ഞ് തമാശ പറയും. എന്താ സാറേ തമാശ? ഇല്ല, നീ ഒരുപാട് തമാശ പറഞ്ഞല്ലോ. ഞാനിപ്പോ തമാശ കേൾക്കാനുള്ള ഒരു മൂഡില്ല. നല്ല തമാശ ഒക്കെ ഒരു 4 പറഞ്ഞ അറിയാം. തമാശ പറഞ്ഞു കൊടുക്കേ. അങ്ങനെ അറിയില്ല, അങ്ങനെ പറയാറില്ല. എങ്ങനെ പറയാറില്ല? ആരെയായിട്ട് കുടുംബിന്റെ പഴയ തമാശയാണ്. പുതിയത് പറ. ഞാൻ അങ്ങനെ പറയാറില്ല, വെറുതെ പറഞ്ഞു, രസത്തിൽ പറഞ്ഞു. രസികൻ ഇനിയെങ്കിലും പോലീസുകാരോട് തമാശ പറയാൻ നിൽക്കരുത് കേട്ടോ. ഇല്ല സാർ, കേട്ടോ. എന്തിനാണെങ്കിൽ 2 കണ്ണടാ. എഴുതുമ്പോഴും വായിക്കുമ്പോഴും വയ്ക്കാം. ഒരു സ്റ്റൈലിന് വയ്ക്കണം. ആർക്ക് സ്റ്റൈലിന്? വെറുതെ സ്വർണത്തിൽ കുളിപ്പിച്ചെടുത്താണോ അവനെ? വെക്കടാ, അതൊക്കെ വെക്ക്. തമാശ പറയാൻ അറിയില്ലേ ഇപ്പൊ എനിക്ക്? രസിക, ഇനി ആരോടും തമാശ പറയരുത്. പോലീസുകാരോടും നല്ല ഒരു മനുഷ്യരോടും തമാശ പറയരുത് കേട്ടോ. കേട്ടിട്ടില്ല? വയ്ക്കോ, ഒക്കെ എടുത്തോ. രസിക, പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ?
കുറച്ച് നേരത്തെ കൊടുക്കേണ്ടതിന് മതി. ഏതൊരു പോകുന്നു ഞാൻ നോക്കിയതാണ്. ഈ ക്ലാസ് കൊണ്ട് ഏതെങ്കിലും ഒരുത്തരെങ്കിലും ഒന്ന് നന്നായാൽ മതി. ചൊല്ലിയിടുന്നു സാത്വികം രാജസവും താമസമെന്നീ വണ്ണം വേദ്യമായി ചമഞ്ഞിതു മൂന്നുമെന്നറിയാം. താമസത്തിങ്കൽ നിന്നു സൂക്ഷ്മതന്മാത്രകളും ഭൂമി പൂർവക സ്ഥൂല പഞ്ചഭൂതവും പിന്നെ രാജസങ്ങളും തേജോരൂപങ്ങളായ ദൈവതങ്ങളും പിന്നെ സ്വാത്വികത്തിങ്കൽ നിന്നും മനസ്സുകൊണ്ടായ കരയല്ലേ സുമേഷേട്ടാ? ഞാനിതെങ്ങനെ സഹിക്കും? അപ്പൊ ഇങ്ങനെ നിലവിളിച്ചോണ്ട് മയ്യത്തായ രാഘവൻ തിരിച്ചു വരൂല്ലോ. നല്ലവരൊക്കെ പഠിച്ചോന്മാർ ആദ്യം കൊണ്ടു. അങ്ങനെ വിചാരിച്ചാ മതി. എപ്പോഴാ ഇറങ്ങിയേ? ഞാൻ രാവിലെ അറിഞ്ഞാണ് എൻ്റെ സ്ഥലത്ത് പോകേണ്ടതുണ്ടായപ്പോൾ അത് വന്നിട്ട്. എന്തായാലും സുഖം മറന്നേ രാഘവേട്ടൻ്റെ. നല്ല വൈകുന്നേരം ഞാൻ രാത്രി ഒരു 7:45 ഒരു ചെക്കൻ വന്നിട്ട് പറഞ്ഞ രാഘവേട്ടൻ എന്തോ വയ്യാണ്ട്. ഞാൻ സുമേഷേട്ടനും ഞാൻ കൂടി വന്ന് ശ്വാസം മുട്ടുക. ഒരു 4 വലിയിട്ട് വലിച്ച ആള്. ഇന്നലെ നമ്മുടെ രാജൻചാരൻ്റെ കടയില്ലേ, അവിടെ ഒന്ന് ലൈഫ് ടൈം ചാർജ് ചെയ്തുകൊണ്ട് പോയാണ് മൊബൈലിൽ. ആള് പോയില്ലേ, ചാർജ് ബാക്കി ഉണ്ടാവും. അല്ല പിന്നെയുണ്ട് ഈ മക്കളും മരുമക്കളൊക്കെ ഉണ്ടായിട്ട് ഓരാരും ഔദാര്യം പറ്റാൻ മൂപ്പർ ഇത്രയും കാലം നിന്നില്ലല്ലോ. അന്തസ്സായിട്ടാ മരിച്ചു. 2 മുട്ടന്മാരെ ആമക്കളുണ്ടല്ലോ, ഇവന്മാരെക്കൊണ്ട് ഒരു ഉപയോഗമില്ല. ഒരു കാര്യമില്ല. വന്നവര് ആ ഒരുത്തവിടെ ആ സത്യശീല ഇവിടെ എവിടെ ഉണ്ടെന്ന് പറഞ്ഞിരിക്കണേ. മറ്റവരൊന്നും എത്തിയില്ല. പിന്നെ ഒരു മോളുണ്ട്. മോളാണ് ഏറ്റവും വലിയ ജഗട. അമ്മ ഇന്നിനും കൂടെ വർത്താനം പറഞ്ഞല്ലേ. ഇക്കൊല്ലം ക്ലബ്ബ് വാർഷികത്തിന് തവളച്ചാട്ടത്തിന് ഫസ്റ്റ് അയക്കാനല്ലേ 3 കൊല്ലായി തുടർച്ചയായിട്ട് കിട്ടുന്നത്. സെക്കൻഡ് എനക്ക്. പിന്നെ ആകെ സമാധാനം അടുത്തോളം നോക്കാം. അതാ ആരുടെ സൂക്കൊന്നുമില്ല. നീ ഇങ്ങോട്ട് വാ, ഞാൻ പിന്നെ പറയാം എന്തെന്ന് പറയണ്ടേ ഇവനോട്. ഇങ്ങോട്ട് വാ. പറഞ്ഞ കാര്യം എന്തായി? ഇന്ന് 1-ാം തീയതി അല്ലേ, സാധനം കിട്ടൂല. ബീവറേജ് ലീവ്. അതല്ല ഉണ്ണി, പേടിക്കണ്ട. മിലിറ്ററിക്കാരനോട് പറഞ്ഞിട്ട് ഓൻ കൊണ്ടുവരും. അതല്ലടോ, ഈ മൂപ്പരെ മക്കളും മരുമക്കളൊക്കെ എത്തേണ്ട കാര്യം എന്തായെന്നാ ഞാൻ ചോദിക്കണേ. സത്യേട്ടൻ എത്തിയിട്ടുണ്ട്. സത്യേട്ടനെ ഞാൻ കണ്ട്. മക്കളും വേറെ വരും. ആ കാറ്ററിങ്ങിന് വിളമ്പാൻ പോണ പിള്ളേരല്ലേ നിന്റെ വീടിന്റെ മുകളിൽ താമസിക്കണ? ഇവിടെ സദ്യ ഉണ്ടാ? സദ്യയല്ലടാ, ഇവിടെ കുറച്ച് ആളുവനക്കൊക്കെ ഉണ്ടാക്കാനാണ്. ആ താടിമൂടിയൊക്കെ ഉള്ള പിള്ളേര്. ആ പിള്ളേര് കോട്ടയത്ത് താമസിക്കുന്നുണ്ട്. അവരൊന്ന് വരാൻ വിളിച്ചോ? ഇവിടെ വന്ന് ഇന്നോട്ട് വെറുതെ നോട്ടല്ലേ? ശരി, പൈസ കൊടുക്കണ്ടി. പൈസ ഒന്നുമില്ല, വൈകുന്നേരം നമുക്ക് സംവിധാനം ഉണ്ടാക്കാം. അത് വേറെ വിളിക്കണ്ടി. നീ വിളിക്കാവരാ. ചോദിക്കാം. ആള് മനുഷ്യന്മാരെ പ്രായത്തിൽ ജീവിച്ചാലും ഒരാളുവനക്കൊക്കെ ഉണ്ടാകട്ടെ. രാഘവേട്ടനെ സംബന്ധിച്ചിടത്തോളം ബന്ധുക്കൾ കുറവാ. അതുകൊണ്ട് ഇപ്പൊ ആരും ഇപ്പൊ ഇവിടെ ഇല്ലാത്ത അല്ലെ ഒരു മരണ വീട് ഇങ്ങനെയാ. വിളിക്കടാ. രാജേഷേ മരിച്ചെടുത്താ വിളിക്കുന്ന. രാഘവേട്ടൻ പേടിച്ചെണീറ്റാനേലും ഇപ്പൊ. ഇങ്ങോട്ട് വാ, ആളെ കൂട്ടിട്ട് ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ. അല്ല മൊയ്തുക്ക, ഈ മാവിന്റെ കാര്യം ഇപ്പൊ എങ്ങനെയാണ്? വീട്ടിലേക്കാരും ദോശക്കാര് വീട് നിരക്കുന്ന നല്ല. പുറത്തുനിന്ന് വലിയ പൈസ കൊടുക്കണം. ഞാൻ ഇറക്കണം. പിന്നെ അയാളെ കത്തിക്കേണ്ട മാവിന്റെ കാര്യ പറയണേ. മാവ് വെച്ചിട്ടാ കത്തിക്കുന്നത്? മരിച്ച വീട്ടിൽ വന്നിരുന്ന ഒരു അതി വകതിരിവില്ലാതെ വർത്താനം പറയുന്നത്. അയാളെ കുളിപ്പിക്കാൻ നേരത്തും കൂടി പോന്നാ മതി. ചെല്ല്, വേറെ പണി ആ കസലേക്ക് നിർത്തിയിട്ടാ നോക്ക്. അതിങ്ങ വന്നേ. എല്ലാവരോടും പിരിവൊക്കെ മേടിച്ചാ? എല്ലാരും കിട്ടിയിട്ടാ. ഇപ്പൊ എത്രയായി? ഇപ്പൊ 3-എണ്ണത്തിനുണ്ടായി. മേടിക്കുന്നു. അത് നിന്നൊക്കെയുള്ളതല്ല, വേറെ ഇവരോട് ചോദിക്കണം. ഇപ്പം വേണ്ട, നീ ഉള്ളതിന് മേടിക്കും. ഉള്ളതിന് മേടിക്ക്. എന്താ അവന്റെ നിലപാട്? ഒരു മരണ വീട്ടിലേക്ക് വന്ന കോലത്. സഹദേവന്റെ മോനല്ലേ? ആന്ന് നമ്മുടെ പത്രം ഇടണവൻ. എന്ത് പിന്നെ സൂക്കെടുന്നുണ്ടോ? എന്ത് കോലോടാ ഇത്? ഒരു മരിച്ച വീട്ടിൽ പറഞ്ഞ ഡ്രസ്സാണിത്.
ഡ്രസ് എടുത്ത് വെച്ചിട്ട് 5-6 മാസം എന്റെ കല്യാണത്തിന് മുമ്പ് ഇടാന്ന് വെച്ചാ കല്യാണം വിളിക്കണ്ട ആരെങ്കിലും 10 പേര് കൂടുതലാ കുഴപ്പമില്ല. നല്ലതാണെന്ന് പറഞ്ഞല്ലേ. സംഭവം നല്ലതാണ്. ഇതിപ്പോ രാത്രിയാവും 8-9 മണിയാവും ബോഡി എടുക്കുമ്പോ നീ ഇവിടെ ഇരുന്ന് ചൊറിഞ്ഞ് ചാകും. എത്ര സമയം എടുക്കും? ഇവിടെ മനസ്സിന് ഷർട്ട് ഇട്ടിട്ട് നിൽക്കാൻ വയ്യ. മൊയ്തൂക്ക് ഇത് വാങ്ങിച്ചു ഇത് എവിടെയെങ്കിലും ഇട്ടുണ്ടോ? മരിച്ചാലും സമ്മാനം കൊടുക്കൂലോ ഒരുത്തന്മാര്. ഹലോ, സപ്ലിമെന്റാ? എടാ ഞാൻ വെച്ച സപ്ലിമെന്റ് ഞാൻ വെച്ചിട്ടുണ്ടെന്ന്. ആ അല്ല സത്യ, ഇജ്ജ് ഇവിടെ വന്ന് കുത്തിരിക്കുക. അന്റെ അച്ഛനല്ലേ മരിച്ചവിടെ കിടക്കണത്. ഇജ്ജ് അവിടെ നിന്ന് വന്ന് കുത്തിരിക്കണോ? എടാ ഓരോരുത്തർ ഇരിക്കേണ്ട സ്ഥലത്ത് ഇരുന്നാൽ മതി, അതാ നല്ലത്. അതെന്താ ഇജ്ജ് അങ്ങനെ പറയണത്? പെങ്ങളോ അനിയനോ വന്നില്ല, ഇജ്ജാണ് ഇപ്പൊ ഇവിടെ ഉള്ളത്. ഇനി വരുന്ന നാട്ടുകാർ മുഴുവൻ വീട്ടുകാരാരാന്ന് ചോദിക്കുമ്പോ കാണിച്ചു കൊടുക്കേണ്ട ഒരാൾ വേണ്ടേ? എടാ ചെങ്ങായി, നാട്ടുകാരെ പേടിയുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇല്ലെങ്കിൽ ഞാൻ ഈ വഴിക്ക് തിരിഞ്ഞു നോക്കൂ. അതെന്തെയ്യുന്നോ? പഠിക്കണ സമയത്ത് തുള്ളി കള്ളുടിച്ചു എന്നുള്ള പേരും പറഞ്ഞിട്ട് എന്നെ ഇവിടുത്തെ വലിച്ചു പുറത്തിട്ടാണ് അയാള്. ചെറുപ്പത്തിലല്ലേ എന്നാൽ ഇതുവരെ അയാൾ അന്വേഷിച്ചിട്ടില്ലല്ലോ. ഞാൻ ഇപ്പൊ അങ്ങനെ ജീവിക്കണം നിങ്ങളെല്ലാം അന്വേഷിച്ചിട്ടുണ്ടോ? റോഡിൽ മയിലെണ്ണ വിട്ടിട്ടാണ് ഞാൻ കഴിയണത്. അതിനുള്ള മയിലൊക്കെ ഇനിയിപ്പോ കിട്ടുമോ? ഒന്നുകിൽ മയിലല്ല അങ്ങ് കാക്ക. സത്യേട്ടാ, ഏകദേശം നമുക്ക് ഒരു മൈലിന് എത്ര ലിറ്റർ എണ്ണ കിട്ടും? മയിലല്ല ഞാൻ മിണ്ടാണ്ടൊക്കെ ഇവിടെ ഒരാള് മയ്യത്തായി കിടക്കുമ്പോ ഉറക്കമില്ല വർത്താനോ. അനക്ക് പോന്ന അവിടെ വന്ന് കുത്തിരിക്കാൻ പറ്റുമോ? നിങ്ങൾ പോയിക്കോളൂ, നിങ്ങളെ അയൽക്കാരൻ. നമ്മളല്ലല്ലോ അവിടെ പോയി കുത്തിരിക്കേണ്ട സത്യ. ഇജ്ജ് എന്തിനെങ്ങനെ വാസി പിടിക്കണത്? അല്ല സത്യേട്ടാ, നമുക്ക് എടുക്കണ്ടേ? ഇനി വേറെ ആരൊക്കെ വരാണ്ടല്ലോ, എല്ലാരും വന്നോട്ടെ. അതിന് എല്ലാവർക്കും ഒന്നും കൊടുക്കാനുള്ള ഇല്ല. ആകെ 3 ഫുള്ളേ മേടിച്ചിട്ടുള്ളൂ. എവിടേക്ക് പോണു? എന്ത് വർത്താനാണ് പ്യാരി പറയണത്? എന്റെ മൊയ്തൂക്ക് അച്ഛനൊക്കെ മരിച്ചു കിടക്കുമ്പോ ഒരു ചെറുതില്ലാതെ എന്ത് അച്ഛന്റെ ചെറുക്ക് കൊള്ളി വെക്കേണ്ട ചെക്കനാണ്. അയാൾക്ക് മുഖം പിടിക്കാനൊരു എയിം വേണ്ട, അത് ശരിയാവില്ല. സത്യ ഇപ്പൊ കഴിക്കരുത്, ഇത് കഴിഞ്ഞിട്ട് കഴിച്ചോ. വെറുതെ ആൾക്കാരെ കൊണ്ട് ഒന്ന് മുഖം കാണിച്ചിട്ട് വരാം. ഒന്ന് നിന്നിട്ട് മൂത്ത സാധനം പാരി തരൂ എന്ന് പറഞ്ഞാൽ തരൂ. അങ്ങോട്ടിരിക്കേ. ഞാൻ വീഡിയോ ആദ്യം ഒന്ന് വായിന്ന് കളാ അടുത്ത് കളി. ചന്ദനത്തിലൂടെ എടുത്തു മാറ്റി രണ്ടും പോകല്ലേ. എന്തിനോടൊക്കെ പറയണം? അതിന് നല്ല മണോ, ഇതിന് മെനകെട്ട മണമല്ലേ? എന്തായാലും മരിച്ചില്ലേ? നീ മൂപ്പരെ കൊണ്ട് ഒരു വിഷമമില്ലല്ലോ നിങ്ങൾക്ക്. കഴിഞ്ഞില്ലേ? മരിച്ചില്ല, പിന്നെ ഇപ്പൊ വലിച്ചില്ലെന്നുണ്ട്. മുന്നോട്ട് മാറ്റിട്ടോ കേട്ടാ. ഇത് എവിടൊക്കെ ഓടണത്? ഇത് മരണ വീടാണ്, കല്യാണ വീടല്ല. ഇങ്ങനെയാണോ ചെന്ന് കയറണം മരണ വീട്ടില്? ഞാൻ പറഞ്ഞു മരിച്ചു കിടക്കണം നിന്റെ തന്തയാണ്. പിന്നെ കരയണ്ടേ? പിടിച്ചിട്ട് മുഖത്തൊരു വിഷമം വരട്ട്. അവിടെ ചെന്നിട്ട് കരണ്ട്. ഇവിടുന്ന് സൈഡിൽ കാണു നിൽക്കുന്നുണ്ട്. ഇവിടുന്ന് വിഷമം. നീ മോളാണ്. ഒന്ന് വിഷമം കരഞ്ഞ കരടി. പിന്നെ ഈ മൂഡ് കളയരുത്. ആരെന്ത് പറഞ്ഞാലും മറുപടി കൊടുത്തോളാം. പക്ഷെ ഈ വിഷമം എപ്പോഴും ഉള്ളിലുണ്ടാവണം. തുടങ്ങിയോ? പോളി വിടുന്നു. വിമാനത്തിൽ വന്നത് അച്ഛന്റെ പൊന്നു പോണു. എന്താ പ്രശ്നം?
അവള് മരിച്ചിടക്കണ അവളുടെ അച്ഛനാണ്. ഇപ്പൊ അല്ല അവനെ എപ്പോഴാണ് അത് കരയണത്? കരഞ്ഞോട്ടെ, പോ മറിയ. ചാർജ് ഞാനാണ്. ഒന്ന് കണ്ടു നോക്കച്ചാ. അച്ഛനെ പൊന്നുപോലാണ് അച്ഛാ വന്നിട്ടുണ്ട്. ആ കല്യാണം കഴിഞ്ഞ് പോയതാണ് അച്ഛാ. പിന്നെ വരെ ഒഴിവുണ്ടായില്ല. കണ്ണ് തുറന്നൊന്ന് കാണച്ചാ. തിരിഞ്ഞു പോയവരൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട് അച്ഛാ. ദണ്ടി തിരിഞ്ഞു പോയാലും ഞാൻ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അച്ഛാ. നാട്ടിലുണ്ടായിട്ട് എന്തിനാണ് അച്ഛാ? വല്ലപ്പോഴും വിളിച്ചെങ്കിലും ചോദിക്കണത് ഞാനല്ലേ ഉള്ളു. ആ അതെല്ലാവർക്കും അറിയാച്ചാ. ഇപ്പൊ ഇവരൊക്കെ എന്തിനാണ് അച്ഛാ തിരിച്ചു വന്നേക്കണത്? മര്യാദക്ക് കരടി നാട്ടുകാർ കാണും. അതെ അതെ. ഇത് മൂത്തമോനെ സത്യശീലൻ. ഓ ആ അല്ലെ അളിയ. ആരാ എന്റെ അളിയൻ? ആരാ എന്റെ അളിയൻ? നിന്റെ അച്ഛന്റെ മോളുടെ ഭർത്താവാണ് ഞാൻ. അതിന് ഈ നാട്ടിൽ അളിയൻ എന്നാണ് പറയണമെങ്കിൽ ഞാൻ നിന്റെ അളിയൻ, അല്ലെങ്കിൽ അല്ല. അതെ, നീ നിന്റെ ഭാര്യയുടെ അച്ഛൻ മരിച്ച് കാണാൻ വേണ്ടി വന്നതല്ലേ? അത് കണ്ടിട്ട് അതിന്റെ ചടങ്ങ് കഴിഞ്ഞിട്ട് നീ നിന്റെ പാട്ടിന് പോ. എന്നെ അളിയാ കുളിയാന്ന് വിളിക്കാൻ നിൽക്കരുത്. അളിയാതെ വിളിക്കാൻ പറ്റിയ മുതലേ അതെ കുറച്ചുകൂടെ മര്യാദ പാലിക്കും കേട്ടോ. സത്യ മിണ്ടാടക്ക്. അലമ്പര ഞാൻ അങ്ങേറ്റ അലമ്പാട്ടാ, നീ കളിക്കരുതേ. മിണ്ടാണ്ട് നിൽക്കുന്നത് ഒരു മരണ വീടല്ലത്. പിന്നെ ആരാണോ പോയത്? അതറിയില്ലേ? ഇളയമോൻ ശീതളൻ. ആ പുള്ളിയാണ് മറ്റേ തമിഴ്നാട്. ആടെ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചാൽ കുടിയെന്നാ പറയുന്നത്. പക്ഷെ തിരിഞ്ഞു നോക്കിയിട്ടാ. പിന്നെ മറ്റേ പെണ്ണിനെ കണ്ടിട്ടേ അത് കരയുന്നത്. അയ്യോ ഓളെ കാര്യമൊന്നും പറയണ്ട. കല്യാണം കഴിച്ച് പോയിന്നല്ലാണ്ട് ഈ അച്ഛൻ എന്തെന്ന് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ ഒന്നും നോക്കൂല. അല്ല നീ എന്തിനാ ഇടക്കിടക്ക് ഓളെ പോയി സമാധാനിപ്പിക്കാൻ നോക്കണേ? ചെറുതുണ്ടാവും ഞാൻ എടുത്ത് നടന്ന. ആ ഇപ്പൊ എടുത്താ പോങ്ങൂല. അതാ വരുന്ന അടുത്ത്. വെറുതെ കരയാളോ. ശീതള ഇങ്ങനെ നിലവിളിക്കണ്ട. ഓരോരു പോയി. നീ കരയണ്ട കരയണ്ട. നിന്റെ ഭാര്യ തമിഴത്തി പെണ്ണിനെ കൂട്ടിട്ട് പോരായിരുന്നല്ലോ. അവളുടെ അച്ഛൻ എങ്ങനെ കേട്ടില്ലല്ലോ. ഇപ്പൊ അച്ഛൻ പോയില്ലേ? അവളും മരിച്ചുപോയോ? മരിച്ചോളല്ല, അവള് ഓടിപ്പോയി. എന്തിനാ അച്ഛമ്മടെ കേട്ടില്ലെന്ന് പറഞ്ഞോ? അല്ല, അവളൊരു ലോറിക്കാരന്റെ കൂടെ ഓടിപ്പോയി. അച്ഛനെ ബിടെക്കിന് പഠിക്കാൻ വേണ്ടി കോയമ്പത്തൂർ കൊണ്ടുപോയി ചേർത്താ ചെക്കനെ. അവിടെ ഏതൊരു തമിഴത്തി പെണ്ണിനെ കണ്ട് പ്രേമിച്ചിട്ട് അതിന്റെ കൂടെ പോയി. ഇപ്പോ അവള് വേറെ ഏതോ ലോറിക്കാരന്റെ കൂടെ പോയി എന്നാ പറയുന്നത്. അളിയാ അളിയാ എന്നെ വിളിക്കുന്നത്. അളിയാന്ന് എന്നെ വിളിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ നിന്നെ അല്ല അളിയാന്ന് വിളിച്ചത്. അല്ലെ പോലെ കളിക്കരുത്. മരണ വീടാണ്. മരിച്ചു കിടക്കണം നിന്റെ അച്ഛനാണ്. പേരിന് വേണ്ടിയെങ്കിലും ഇച്ചിരി ദുഃഖം കാണിക്കും. അളിയോ ശീതള ധാരാണോ അളിയനാണ്ടോ മണ്ടുവിന്റെ നിന്റെ അളിയനാ നിന്റെ അളിയൻ. ഇങ്ങോട്ട് എണീറ്റ് പാടെ കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കാണ്ട്. പെണ്ണുങ്ങളെ പോലെ ഇരുന്ന് കറിയാണ്. ഇതൊക്കെയാണ് കാണിക്കുന്നത്. എണീക്ക്. പതുക്കെ കരയടി, പതുക്കെ കരഞ്ഞാ മതി. അതെ എങ്ങനാ ബാക്കി കാര്യങ്ങൾ? അതാ ബോഡി ഇപ്പോ ഒരു 5 മണിയാകുമ്പോഴേക്ക് ബോഡി കൊണ്ട് എടുക്കില്ലേ? അതിന് ഇനിയിപ്പോ വേറെ വരെ മക്കളാരെങ്കിലും ഉണ്ടോ? ഞങ്ങളുടെ അറിവിൽ ഇത്ര തന്നെ ഉള്ളൂ. പിന്നെ ഇനിയിപ്പോ 5 മണി വരെ വൈകിക്കണ്ടല്ലോ. എന്നാ പിന്നെ 3 മണിക്ക് എടുക്കുക. ഓ ആയിക്കോട്ടെ. ശ്മശാനത്തിലേക്ക് ഒന്ന് വിളിച്ചു പറയണം. അവിടെ ഒരുക്കങ്ങൾ നട്ടോ അവിടെ കുറച്ച് ചെലവുണ്ടല്ലോ. അതിന് മക്കള് രണ്ടുപേരും നിൽക്കില്ല ആണുങ്ങൾ. എന്റെ കയ്യിൽ പൈസ ഒന്നുമില്ല. എന്റെ കയ്യിൽ പൈസ ഇല്ല. അതാ എന്റെ അടുത്തുണ്ടാവും. എന്റെ എവിടുന്നാണ് ചെലവഴിക്കണത്?
എന്താ നിന്റെ ഇല്ല? നീ 8,000 രൂപ ശമ്പളം ഉണ്ടല്ലോ. 8,000 ശമ്പളം എന്ന് പറഞ്ഞാൽ എനിക്ക് ചെലവൊന്നുമില്ല അവിടെ. 8,000 ഉറുപ്പ്യ തീറ്റിണ്ടെന്നല്ല നീ പറഞ്ഞു. വേറെ കാര്യങ്ങളുണ്ട്. ഡ്രസ് എടുക്കാൻ വേണ്ട, വാടക കൊടുക്കാൻ വേണ്ട. മതി മതി നിർത്ത്. കച്ചണ്ടാക്കണ്ട. ഇത് മരിച്ചു കിടക്കണം നിങ്ങളുടെ രണ്ടുപേരുടെ തന്തയാണ്, എന്റെ അല്ല. ഒരു കാര്യം കൂടി ഞാൻ പറയാ, ഈ ഇപ്പൊ ശ്മശാനത്തിലെ ചെലവ് മാത്രമല്ല, ഇനി ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ചടങ്ങുണ്ടല്ലോ, എന്തോ ഒരു ചടങ്ങില്ലേ? ഏത് സഞ്ജയനെയോ? ആ സഞ്ജയനോ അടിയന്തരോ എന്തൊക്കെയോ ഇല്ലേ? അയ്യോ അതൊന്നും വേണ്ട. വെറുതെ അതൊക്കെ നടത്തി കുറെ ആൾക്കാരെ വിളിച്ചു കൂട്ടി ഇഡ്ഡലിയും സാമ്പാറും നിന്നിട്ട് കുറ്റവും പറഞ്ഞിട്ട് പോകും. അത് വേണ്ടെന്ന് പറഞ്ഞ എങ്ങനെയാണ്? അച്ഛന് ഭയങ്കര ഇഷ്ടം തന്നെയാണ് ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ. അപ്പൊ പിന്നെ അതിന്റെ ചെലവ് ചെയ്യാണ്ട് പോയിച്ചാല് ഞാൻ വഹിക്കുന്നത് അത് ഞാൻ അതിന്റെ കാര്യം പറഞ്ഞാണ്. പിന്നെ നടത്തണ്ട പറഞ്ഞാൽ ശരിയാവും. എങ്ങനെയാ ആരെങ്കിലും നടത്തണല്ലോ. പറഞ്ഞ ഏട്ടൻ നിൽക്കണ്ടല്ലോ. എന്റെ കയ്യിൽ പൈസ ഇല്ല. അല്ല ബോയ്ത, ഞാൻ എന്നെ പോലെ അവിടെ വന്നു കണ്ടു, അതന്നെ. വേറെ എനിക്ക് യാതൊരു ഉത്തരവാദിത്വം. വേറൊരു കാര്യമൊന്നും കുടുംബത്തിൽ ഇതുവരെ ഒരു ചെലവ് ഉണ്ടായിട്ടൊന്നുമില്ല ഏട്ടന്. നിന്നെ പഠിപ്പിക്കാനാണ് അതിന് പൈസ ചെലവായിട്ടുള്ളത്. എന്നെ പഠിക്കാൻ എന്ത് ചെലവുണ്ടായത്? ഞാൻ പോയിട്ട് ഞാൻ പണിയെടുത്ത് എനിക്ക് 10 പൈസ ഇവിടുന്ന് കിട്ടിയിട്ടില്ല. കാശൊക്കെ വേറെ കച്ചവടം ബിസിനസ് പറഞ്ഞിട്ട് മുടിപ്പിച്ച എന്താണ് ഇവിടെ കുറച്ച് പൈസയുടെ ചെലവല്ലേ ഉള്ളൂ, അതിന്റെ പ്രശ്നമുള്ളൂ. അതിനിപ്പം അടിയന്തരോ സഞ്ചാനോ എന്തിനാ വെച്ചാൽ അതിന് കുറച്ച് കാശിലാവും. ആ കാശ് എത്രയെന്ന് വെച്ചാ ഞാൻ വഹിച്ചോളാം. ഇല്ല പ്രശ്നമില്ലല്ലോ, തീരുമാനമായി. ഇനി സംസാരം ഉണ്ടാവരുത്. അപ്പൊ നമുക്ക് 3 മണിക്ക് തന്നെ ബോഡി എടുക്കാലോ അല്ലേ? എന്തിനു വൈകിക്കണം, നേരത്തെ എടുത്തോ. ഒന്ന് കുളിപ്പിക്കണ്ടേ? അതൊക്കെ വേണം, രാവിലെ കുളിപ്പിച്ചില്ലേ? കുളിപ്പിക്കാതെ പോകണം. ചടങ്ങൊക്കെ അതിന്റെ പിന്നെ അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കട്ടെ. ഇവിടെ പോയില്ലേ? ഈ സഞ്ചയനം എന്ന് പറഞ്ഞത് 5-നാക്കണോ 3-നാക്കണോ കൂടി ഒന്ന് തീരുമാനിച്ചാളി. അതിപ്പം നാളെ നടത്താൻ പറ്റുമോ? ഇല്ലല്ലോ. അത് 5 ആയിക്കോട്ടെ. അങ്ങനെ 5 നടത്തണ്ട, 3 നടത്തിക്കോ. കാശിലാക്കണം ഞാനല്ലേ, 3 നടത്തിക്കോ. ഈ വക സംസാരം എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. എന്ത്? അല്ല പിന്നെ പൈസ ചെലവാക്കണ ഞാനല്ലേ എന്ന് പറഞ്ഞാൽ പിന്നെ ചെലവാക്കേണ്ട പിന്നെ ആരാണ്? അങ്ങനെ അതല്ല കഥ. അല്ല അതെ, അച്ഛനുള്ള പൈസ മുഴുവൻ എടുത്തു കൊടുത്തു അവൾക്കാണ്, നിനക്കുമാണ്. അതെ, എന്റെ ഭാര്യയുടെ അച്ഛൻ എന്നുള്ള ഒരു പരിഗണനയിലാണ് ഞാനിപ്പോ അച്ഛന്റെ കയ്യിൽ പൈസയുടെ കണക്കന്നെ പറയണത്. നല്ല തരത്തില് സ്വർണ്ണം അങ്ങനെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാവരും പറമ്പ് വിറ്റിട്ടാണ് കൊടുത്തത്. ഞങ്ങൾക്ക് 5 പൈസ അവകാശമുള്ള ഇതിന്റെ പേര് കച്ചറുണ്ടാക്കി. ഞാനിപ്പോ സംസാരിക്കും. ഖത്തറല്ല, ഇതേപോലെ സംസാരിക്കാൻ പാടില്ല, അതാണ്. നിങ്ങൾ വന്നേ ഉണ്ണി, അതാ ഒരു കുടിച്ചോളൂ. നിന്നെ ഏൽപ്പിച്ച പണി.